വഖഫ് ബൈ യൂസറിൻ്റെ കാര്യത്തിൽ ഉദാഹരണം പറഞ്ഞു സുപ്രീം കോടതി. ഏത് മസ്ജിദിൻ്റെ കാര്യമാണ്? ഡൽഹി ജുമാ മസ്ജിദിൻ്റെ കാര്യം. ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിക്കുന്നത് എന്താണെന്ന് അറിയുമോ സുജയ? 1244 1246 ഇടയ്ക്കുള്ള സമയത്താണ്, അതായത് ഷാജഹാൻ്റെ കാലത്താണ് നിർമ്മിക്കുന്നത്. അതായത് 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നിർമ്മിച്ച ഈ ഡൽഹി ജുമാ മസ്ജിദ് ഏത് രജിസ്ട്രേഷൻ പ്രകാരവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഒരു രജിസ്ട്രേഷൻ പ്രകാരവും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് വഖഫ് ബൈ യൂസറായി ഡൽഹി ജുമാ മസ്ജിദ് സുന്നികളുടെ ഏറ്റവും വലിയ ആരാധനാലയമായി ഇന്ത്യയിൽ നമ്മൾ കരുതി പോകുന്നതാണ്. 17-ാം നൂറ്റാണ്ട് വരെ സുൽത്താനേറ്റിൻ്റെ വലിയ പ്രതീകാത്മകമായിട്ടുള്ള അവിടെ അധികാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു, ആത്മീയ കേന്ദ്രമായിരുന്നു ഡൽഹി ജുമാ മസ്ജിദ്. ആ ഡൽഹി ജുമാ മസ്ജിദിനെ ഇന്നിപ്പോൾ വഖഫ് ബൈ യൂസർ എടുത്തു കളയുമ്പോൾ നാളെ അത് സർക്കാരിൻ്റെ ഭൂമിയാണെന്നൊരു കളക്ടർക്ക് സാക്ഷ്യപ്പെടുത്താം. അതിനെ ചുമതലപ്പെടുത്തുന്ന ഒരു കളക്ടർക്ക് സാക്ഷ്യപ്പെടുത്തിയാൽ നാളെ ഡൽഹി ജുമാ മസ്ജിദ് ആ അർത്ഥത്തിൽ വേണമെങ്കിൽ വഖഫ് അല്ലാത്ത പ്രോപ്പർട്ടി ആയിട്ട് മാറും. അതാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. വഖഫ് ബൈ യൂസർ എന്ന പ്രയോഗം എടുത്തു കളഞ്ഞാൽ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അവസ്ഥ എന്താകും എന്ന് ചോദിക്കാനുള്ള കാര്യം. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ അജ്മീർ ദർഗയുടെ കാര്യം എന്താകും എന്നുള്ളതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 1923 ഈ വഖഫ് നിയമം വരുമ്പോൾ 1923 തന്നെ വഖഫ് എന്നുള്ളത് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ 1925 വരെ വഖഫ് ബൈ യൂസറിന് നിയമപരമായ സാധുതയുണ്ടായിരുന്നു. അത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും.